നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. ഇന്ന് നമ്മളിവിടെ വെയിറ്റ് ലോസിന് യൂസ്ഫുൾ ആകുന്ന കുറച്ച് പ്രാക്ടീസസാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ അത് നമ്മളുടെ ബോഡിയിലെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രാക്ടീസ് കൂടിയാണ്. നമ്മുടെ ഹാൻഡ് സ്ട്രെങ്ത്, കോർ സ്ട്രെങ്ത്, ആ രീതിയിൽ ഷോൾഡർ സ്ട്രെങ്ത് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ്ഫുള്ളായ ഒരു പ്രാക്ടീസാണ്. യോഗ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ യൂസ്ഫുള്ളാണ്. അത് വെയിറ്റ് ട്രെയിനിങ് ആവാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഈ രീതിയിലുള്ള സ്ട്രെങ്തനിങ് പ്രാക്ടീസും മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അതേപോലെ ഞാനിത് ഒരു യോഗ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വാമപ്പിന് ശേഷം മാത്രം ഈ ഒരു പ്രാക്ടീസസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിനായിട്ട് റിസ്റ്റ് റൊട്ടേഷൻ, ഷോൾഡർ റൊട്ടേഷനൊക്കെ ബേസിക്കായിട്ടുള്ള കുറച്ച് വാമപ്പ് പ്രാക്ടീസും ചെയ്തതിന് ശേഷമാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ബാക്ക് പെയിൻ, നീ പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ജമ്പിങ് പ്രാക്ടീസസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ ബർപ്പീസിൻ്റെ ഒരു വേരിയേഷൻ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം ഇങ്ങനെ ജമ്പ് ചെയ്യുക, ദെൻ കാലിങ്ങനെ പുറകിലോട്ട് എടുത്ത് വെക്കുക, ചതുരംഗ ദണ്ഡാസനയിലോട്ട് വരിക. ഇതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. ജമ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവർ ഓരോ കാലായിട്ട് എടുത്ത് പുറകിലോട്ട് വെച്ചിട്ട് നമ്മൾ സൂര്യ നമസ്കാരത്തിൽ ചെയ്യുന്ന പോലെ ചെയ്യുകയും ചെയ്യാം. ആക്ച്വലി ഇതിലൊരു പുഷപ്പും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഞാൻ പുഷപ്പ് ചെയ്തിട്ടില്ല. ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ജമ്പ് ചെയ്യുക, കൈ ഉയർത്തുക, ദെൻ കൈ മുന്നോട്ട് ബെൻഡ് ചെയ്തതിന് ശേഷം പുഷപ്പ് പൊസിഷനിലോട്ട് കാല് ജമ്പ് ചെയ്തിട്ട് പോവുക. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു 5 to 10 ടൈംസ് ആണ് നമ്മളിത് മിനിമം ചെയ്യേണ്ടത്. ഇതല്ല, നിങ്ങളിനി കംപ്ലീറ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വേരിയേഷനും ചെയ്യുക. ജമ്പിങ് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കൈ ഉയർത്തിയിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് ഓരോ കാലായിട്ട് വേണമെങ്കിൽ പുറകിലോട്ട് എടുത്ത് വെച്ചിട്ടും ഈ ഒരു വേരിയേഷൻ ചെയ്യാവുന്നതാണ്. 10 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അത് റെക്കോർഡായില്ല. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റായിട്ട് ചെയ്യുകയാണ്. 10 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നന്നായിട്ട് നമ്മൾ ടയർഡായി ഒന്നുണ്ടാകും, ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ എക്സെയിലും ചെയ്യുക. ശ്വാസം ദീർഘമായിട്ട് എടുക്കുക, ശ്വാസം കംപ്ലീറ്റ്ലി വിടുക. ആ രീതിയിൽ ഇൻഹെയിൽ എക്സെയിലും ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പ്രാക്ടീസ്. ബർപ്പീസിൻ്റെ ഒരു വേരിയേഷനാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ചതുരംഗ ദണ്ഡാസന പൊസിഷനിലോട്ടാണ് വരാനായിട്ട് പോകുന്നത്. എന്നിട്ട് ചെയ്യാൻ പോകുന്ന ഷോൾഡർ ടാപ്പാണ് കേട്ടോ. അപ്പോൾ ചതുരംഗത്തിൽ വന്നിങ്ങനെ ഓരോ കൈയും മാറി മാറി ഉയർത്തിയിട്ട് ഒരു കൈയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രാക്ടീസാണ്. അത് മനസ്സിലാവാനാണ് ഞാൻ നിന്നിട്ട് കാണിച്ചു തന്നിട്ട്. ഇനി ഞാൻ പൊസിഷനിൽ വന്നിട്ട് കാണിച്ചു തരാം. ചതുരംഗ ദണ്ഡാസനം എന്ന് പറഞ്ഞാൽ ഹൈ പ്ലാങ്ക് പോസിലോട്ടാണ് വരേണ്ടത്. അത് ക്ലിയറായി, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സ്ട്രെയിറ്റ് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ചതുരംഗ ദണ്ഡാസന പൊസിഷൻ. ഹൈ പ്ലാങ്ക് പോസിലോട്ട് വന്നു. സ്ട്രെയിറ്റ് സ്ലാൻഡിങ് ലൈനാണ്. ഹിപ്പ് ഉയർത്തിയോ താഴ്ത്തിയോ അല്ല നിൽക്കേണ്ടത്. ഷോൾഡറിന് സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യണം. മസിൽസ് എല്ലാം ടൈറ്റൻ ചെയ്തിട്ടായിരിക്കണം നിൽക്കേണ്ടത്. ഞാൻ ഇത്തിരി ഒരു ഡയഗണലി ഇട്ടിട്ടുണ്ട് മാറ്റ്, നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ട്. ചതുരംഗ ദണ്ഡാസന പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ കൈകളും ഉയർത്തിയിട്ട് ഓപ്പോസിറ്റ് ഷോൾഡറിൽ ടാപ്പ് ചെയ്യുക. ക്ലിയർ അല്ലേ? റൈറ്റ് കൈ കൊണ്ട് വലത് പാം കൊണ്ട് ഇടത് ഷോൾഡറും, ഇടത് പാം കൊണ്ട് വലത് ഷോൾഡറും മാറി മാറി ടാപ്പ് ചെയ്യുക. അപ്പോൾ ഷോൾഡർ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ്ഫുള്ളാണ്. സെയിം ടൈം നമ്മൾ ഒരു കൈയിലാണ് അത് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വല്ലാതെ ഹിപ്പ് ടിൽറ്റ് ചെയ്യാതിരിക്കുക. കുറച്ചൊന്ന് ഹിപ്പ് ഇങ്ങനെ നമ്മൾ ഓരോ കൈ ഉയർത്തി ഓപ്പോസിറ്റ് ഷോൾഡറിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഹിപ്പ് ടിൽറ്റ് ആവും. പക്ഷെ വല്ലാതെ അങ്ങനെ ആക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വല്ലാതെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ സൈഡിലോട്ട് വരുന്ന രീതിയിലാവരുത് എന്നാണ് ലാസ്റ്റ് ഉദ്ദേശിച്ചത്. കുറച്ച് നിങ്ങളത് കൺട്രോൾ ചെയ്തിട്ട് വേണം ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ. കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് കൗണ്ട് ഞാൻ കറക്റ്റായിട്ട് നോക്കിയുള്ള ഒരു 5 to 10 ടൈംസ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 4 കാലിൽ നിൽക്കുന്ന രീതിയിൽ വന്ന്, കംപ്ലീറ്റ് ബിഗിനറൊക്കെ ആണെങ്കിൽ മുട്ട് കുത്തിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിൽക്കാം. കുറച്ചൊന്ന് മുന്നോട്ട് ലീൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഷോൾഡറിലും റിസ്റ്റിലെല്ലാം നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും ഒരു വേരിയേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചതുരംഗത്തിൽ അല്ലെങ്കിൽ ഹൈ പ്ലാങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ് വജ്രാസനയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ റിലാക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
വീണ്ടും ആ ഒരു പൊസിഷൻ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന പോലെ വന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സർക്കിൾ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ടേബിൾ ടോപ്പ് പൊസിഷനിൽ നിന്നതിന് ശേഷം നമ്മുടെ റിസ്റ്റിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. 5 ടൈംസ് ക്ലോക്ക് വൈസും 5 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പോൾ കറക്റ്റായിട്ട് ആ 2 റിസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. നമ്മളുടെ ബോഡി വെയ്റ്റ് മുന്നോട്ടും ബാക്കിലോട്ടും ആയിട്ട് ആ ഒരു സർക്കിൾ രൂപത്തിൽ ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ ചതുരംഗ ദണ്ഡാസന പൊസിഷൻ വന്നു. ഹിപ്പിൻ്റെ പൊസിഷൻ ഉയർന്നോ താഴ്ന്നോ പോകരുത്. ഒരു സ്ട്രെയിറ്റ് സ്ലാൻഡിങ് ലൈനാണ്. ഷോൾഡർ പ്രൊട്രാക്ട് ചെയ്യുന്നത്, അതായത് ഷോൾഡറിൽ നിന്ന് ഉയർന്നു വേണം നിൽക്കാൻ. ടോട്ടൽ ബോഡി എല്ലാ മസിൽസും ടൈറ്റൻ ചെയ്ത് കൊടുത്ത് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, ഹാൻഡ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ. എന്നിട്ട് ചെയ്യുന്നത് നോക്കൂ, പതിയെ ഇങ്ങനെ മുന്നോട്ടൊന്ന് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുക, ബാക്കിലോട്ടും. അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ടോസിലോട്ട് വരും, ബാക്കിലോട്ടും. ആ ഒരു രീതിയിൽ ഒരു 3 to 5 ടൈംസ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ചെയ്താൽ അത്രയും നല്ലത്. ദെൻ ശശാങ്കാസന, റിലാക്സ് ചെയ്യുക. ഉപ്പൂറ്റിയിലിരുന്ന് കൈ മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ചൂടത്തൊക്കെയാണത് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് വേർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതുണ്ടല്ലോ, നീ പുഷപ്പാണ്. അപ്പം ടേബിൾ ടോപ്പ് പോസിൽ 4 കാലിൽ നിൽക്കുന്ന പോലെ നിന്നതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളുടെ അപ്പർ ബോഡി താഴ്ത്തുക, ഉയർത്തുക. ഈ അവിടെ റൗണ്ട് ആവരുത്, അതായത് സ്പൈൻ്റെ ലോവർ ബാക്ക് റൗണ്ട് ആവാതെ വേണത് ചെയ്യാൻ. ഷോൾഡർ പ്രൊട്രാക്റ്റഡ് ആയിരിക്കും, അതായത് ഷോൾഡർ ബ്ലേഡ്സ് കൊണ്ട് ഉയർത്തി കൊടുത്ത് ചെയ്യണം. കാല് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്രോസ് ചെയ്ത് വെക്കാം. അത്ര ഈസി ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ആയിരിക്കണം എന്നില്ല കേട്ടോ എല്ലാവർക്കും. പക്ഷേ പുഷപ്പൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈമുട്ട് ശരീരത്തോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ താഴോട്ട് പോയിട്ട് ഉയർന്ന് വരുമ്പോഴത്തേക്കും കൈമുട്ട് വശങ്ങളിലോട്ട് ഫ്ലെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. ദെൻ നമ്മുടെ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് ഉയരാനും താഴാനും ശ്രമിക്കുക. ഓക്കെ, സാധിക്കുന്ന രീതിയിൽ എത്ര കൗണ്ടാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാവുന്നതാണ്. കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. കഴുത്തൊന്ന് വശങ്ങളിലോട്ടൊക്കെ ആക്കി റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തത് നീ പുഷപ്പാണ്. അതിനുശേഷം ഷോൾഡറൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് ഷോൾഡർ റൊട്ടേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഷോൾഡർ റൊട്ടേഷൻ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും മുൻപിൽ കൈകൾ റിസ്റ്റ് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഷോൾഡറിനെ ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് അത് സഹായിക്കും. സെയിം തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രാക്ടീസസ് എല്ലാം നിങ്ങൾ ചെയ്യുക. സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസാണ്. കുറച്ച് റാൻഡംലി എടുത്തൊരു വീഡിയോ ഉണ്ടോ, അല്ലാതെ ഇങ്ങനെ വല്ലാതെ പ്രിപ്പയർഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ അല്ല. ഞാനിപ്പോൾ ബേസിക്കലി ഒരു വെയിറ്റ് ലോസ് ജേർണിയിലാണ്. അപ്പോൾ അതിന് യൂസ്ഫുള്ളാവുന്ന രീതിയിലുള്ള കുറച്ച് സ്ട്രെങ്തനിങ് പ്രാക്ടീസാണ് ഇത്. ഇതിനൊപ്പം തന്നെ നിങ്ങൾ വെയിറ്റ് ലോസിനാണ് ട്രൈ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മറക്കാതിരിക്കുക. അതുകൂടി പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് വളരെ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസ് ആവുന്നതായിരിക്കും. ഹെൽത്തി ആയിട്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് കൂടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് ചെയ്തത് നമ്മൾക്ക് കുറച്ചൊരു വാമപ്പ് കൂൾ ഡൗൺ പ്രാക്ടീസസ് ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുക. ഈ ലാസ്റ്റ് ചെയ്യുന്നതുണ്ടല്ലോ, ഷെയ്ക്ക് ചെയ്യുന്നത്, കൈയിൻ്റെ 3 വിരലുകൾ, സെൻറ്ററിൽ 3 വിരലുകൾ മടക്കിയിട്ട് നമ്മളിങ്ങനെ കൈ ഷെയ്ക്ക് ചെയ്യുക. അത് റിസ്റ്റിനെ ഒന്ന് ലൂസനാക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രാക്ടീസൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേർത്തു. ഞാൻ പറഞ്ഞ പോലെ ഇത് 2ാമത്തെ വീഡിയോ എടുത്തതാണ്. ആവശ്യത്തിന് നന്നായിട്ട് വേർത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്തേ.